അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കുർത്തി ഹോൾ വീഡിയോ ആണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അത്യാവശ്യം കുറേ നല്ല റിവ്യൂസൊക്കെ നോക്കി ക്വാളിറ്റിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കുർത്തി ആൻഡ് കുർത്തി സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞ് എനിക്കതിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കിയിട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ടു. ഇത് എല്ലാം കുഴപ്പമില്ല കേട്ടോ. ഒരു 200 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. ഇത് നമുക്ക് പല ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓഫീസ് യൂസിനാണെന്നുണ്ടെങ്കിലും ഫോർമൽ യൂസിനാണെന്നുണ്ടെങ്കിലും പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കുർത്തീസാണ്. പിന്നെ ഇന്ന് ഞാൻ ഓൺ വോയിസ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന ക്ലൈൻറ്റിനെ അവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. അത് കാരണമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, ആദ്യത്തെ കുർത്തി എന്ന് പറയുന്നത് ഇതൊരു കുർത്തി സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. എനിക്കിതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും അതിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രിൻറ്റും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇത് ഇതുപോലെ വി നെക്ക് വന്നിട്ട് നെക്കിൻ്റെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നെക്ക് പോർഷൻ്റെ അവിടെയും അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ അവിടെയും ഇതുപോലെ ലേസ് വർക്ക് വന്നിട്ടുണ്ട്. പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞാൻ നോക്കിയപ്പം എനിക്കിത് സജഷൻ കയറി വന്നതാണ്. ഇപ്പോൾ അത് ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് ഇത്. അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നോർത്ത് തന്നെയാണ് ഞാനും വാങ്ങിയത്. ഇത് ഒറ്റ നോട്ടത്തിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കാരണം അതിൻ്റെ ആ ഒരു കളർ ഒരു ക്രീം, ആ ഒരു ലേസ് വർക്കൊക്കെ വന്നിരിക്കുന്ന ഒരു ക്രീം പോലത്തെ കളറാണ് കേട്ടോ. പിന്നെ എനിക്കിതിൻ്റെ ഒരു കുറവായിട്ട് തോന്നിയത് ഇതിന് ലൈനിങ് ഇല്ല. പക്ഷെ എനിക്കിതിന് ലൈനിങ് വേണമെന്ന് തോന്നിയില്ല. കാരണം ഇതൊരു ബിഗ് ഫ്ലവർ പ്രിൻ്റൊക്കെയാണ് വരുന്നതാണ്. നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിന്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല. കളർ പോകുമെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. പിന്നെ മീഡിയം സൈസാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് ഇട്ട് കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ലൂസായിട്ട് കിടക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് കുറച്ചും കൂടെ ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുന്നതിലും കുറച്ചൊന്ന് ലൂസായിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാൻറ്റ് എന്ന് പറയുന്നതും ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇലാസ്റ്റിക്കിൻ്റെ ഇതാണ് വരുന്നത്, ബോട്ടം വരുന്നത്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയാണ്, നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും വലിയ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമുക്ക് ഫോർമൽ യൂസിനാണെന്നുണ്ടെങ്കിലും നമുക്ക് കാഷ്വൽ യൂസിന് റെഗുലർ യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 630 രൂപ എങ്ങാണ്ടാണ് ഞാൻ വാങ്ങിയ സമയത്ത്. ആ പൈസയൊക്കെ എന്തായാലും ഇത് വർത്താണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതിന് ഓഫറൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതാണ്. ദെൻ സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇതും കോട്ടൺ മെറ്റീരിയലാണ്. അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള കോട്ടനാണ്. ഇതും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഞാൻ ഈ ചൂട് സമയത്ത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. ഇത് രണ്ടും അത് ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ നെക്ക് വി നെക്കാണ് വരുന്നത്. സ്ലീവ്സിൻ്റെ അവിടെയും അതുപോലെ തന്നെ ആ നെക്കിൻ്റെ അവിടെയും ചെറിയൊരു ലേസ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സിമ്പിൾ കുർത്തിയാണ്, പക്ഷേ ഇട്ട് കഴിയുമ്പം കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ്. നമുക്ക് ചൂടുള്ള സമയത്തൊക്കെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. പിന്നെ ഇത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. സാധാരണ നമ്മൾ കുർത്തീസൊക്കെ ഇങ്ങനെ ചീപ്പ് റേറ്റിൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അപാകത വരില്ല. പക്ഷേ ഇത് ഞാൻ മീഡിയം സൈസിൽ വാങ്ങിയിട്ട് എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. കറക്റ്റായിട്ടുള്ള ആ ഒരു ഫിറ്റിങ്ങിൽ കിട്ടി. സ്റ്റിച്ചിങ് അടിപൊളിയാണ് കേട്ടോ. ഓവറോൾ ഇത് പറയുകയാണെങ്കിൽ നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് 219, 220, ഇപ്പോൾ 200 രൂപയ്ക്കൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓഫറിൽ കറങ്ങുന്നുണ്ട്. എന്തോ ഒരു മാസം കൊണ്ട് 10,000+ ആൾക്കാർ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതാണിത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കുർത്തി ദുപ്പട്ടായും കൂടെ വരുന്ന ഒരു കുർത്തി സെറ്റാണ്. ഇതിടയ്ക്ക് ഇങ്ങനെ മീഷോയിലും കിടന്ന് കറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും അവൈലബിൾ ആണ്. ഇത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് വന്നിട്ട് മെറ്റീരിയൽ കോട്ടൺ അല്ല, ഒരു പോളിസ്റ്റർ പോലത്തെ മെറ്റീരിയലാണ്. പക്ഷെ അതുകൊണ്ട് മെറ്റീരിയലിന് ഒട്ടും ക്വാളിറ്റി ഇല്ല എന്നല്ല, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ വന്നേക്കുന്ന ഈ ഒരു വർക്ക് കണ്ടോ, വി നെക്കിൽ ഇങ്ങനെ വന്നേക്കുന്ന വർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. അത് ഞാൻ ഓർത്ത് ചിലപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ 1-2 തവണ ഇട്ടൊക്കെ കഴിയുമ്പോൾ ആ ഒരു നൂല് പൊങ്ങുക അല്ലെങ്കിൽ അതൊക്കെ ഇളകി പോകുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിന് ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ അകത്ത്. ഈ ഒരു ഇതിൻ്റെ പാൻറ്റിനാണെന്നുണ്ടെങ്കിലും ലൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു കുർത്തിക്കും ലൈനിങ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് മീഡിയം സൈസിൽ എനിക്ക് കുറച്ച് വലുതായിട്ട് തോന്നി. അത് കുറച്ച് സൈസ് കൂടുതലാണ് എന്തോ.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സൈസ് കുറച്ച് ഓർഡർ ചെയ്താൽ മതി വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. ഓവറോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പാൻറ്റും ഒരു പലാസോ മോഡൽ പാൻറ്റാണ് കേട്ടോ. മെയിനായിട്ട് ഇതിൻ്റെ പാൻറ്റിൻ്റെ ആ ഒരു അടിഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു വർക്ക് പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഇതുപോലെ ഇലാസ്റ്റിക് ഫിറ്റിംഗ് ആണ് വരുന്നത്. ഇതും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ പാൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിളായിട്ടുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. പാൻറ്റിനും ഇതുപോലെ ലൈനിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഷോളുണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ കുറേ ആയി. ഷോള് ഇതിൻ്റെ ഒരു അലമാരിയിൽ എവിടെയോ ഇരിക്കുകയാണ്. അത് കാരണം എനിക്ക് തപ്പി പിടിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷോൾ എടുക്കാതെ. ഇതിന് റേറ്റ് വന്നിട്ട് എന്തോ ഒരു 700 അടുത്തെങ്ങാണ്ട്, 700 ഉണ്ടോ, 700 അടുത്തെന്തോ ആണ് റേറ്റ്. എന്തായാലും ആ പ്രൈസിന് ഇത് ഉറപ്പായിട്ടും വർത്താണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഒരു കുർത്തി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചൂട് സമയത്ത് വെയർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല. അടുത്തത് ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിലും ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിയത് 300 രൂപയ്ക്കുണ്ട്, 320 അങ്ങനെ എന്തോ റേറ്റിനാണ്. ഇതൊരു പാൻറ്റും കുർത്തിയും കൂടെ സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്കിൽ വന്നിട്ട് ഇത് സ്ലീവ്സിൻ്റെ അവിടെയും അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെയെല്ലാം ബോർഡറിലെല്ലാം ഇതുപോലെ ചെറിയ ലേസ് വർക്ക് വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇട്ട് കഴിയുമ്പോൾ. പിന്നെ വി നെക്കാണ് വരുന്നത്. ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ പാൻറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു പ്ലെയിൻ പാൻറ്റാണ്. ഇനി ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ. ക്വാളിറ്റി വൈസ് മെറ്റീരിയൽ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യാണ്ട് ഇടാനേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ആയി പോവും. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചുളുങ്ങും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്യാണ്ട് വിയർ ചെയ്യാനേ പറ്റില്ല. ലൈനിങ് ഒന്നുമില്ല. 320 രൂപയ്ക്ക് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് ഇപ്പോൾ ഞാനിത് 1-2 തവണ യൂസ് ചെയ്തു കേട്ടോ. കളറൊന്നും അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കുഴപ്പമില്ല. ഞാൻ മീഡിയം സൈസ് ഓർഡർ ചെയ്ത്. ഇതും കറക്റ്റ് ഫിറ്റ് ചെയ്യുന്ന ഞാൻ ഹിപ്പിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു പിടുത്തം പോലെ തോന്നുന്നത്. അതല്ലെങ്കിൽ കാണാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ട്. അപ്പം ഇത്രയാണ് ഈ 4 കുർത്തി സെറ്റാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് പ്രൊഡക്ട്സിൽ കൊടുത്തേക്കാം. ലിങ്ക് കൊടുക്കാൻ പറ്റാത്തത് ലിങ്ക് ട്രീയിൽ ഉണ്ടാവേ. അപ്പോൾ ബൈ.